നമസ്കാരം. നമ്മളിന്ന് രണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയങ്ങളാണ് വിശദമായി നോക്കാൻ പോകുന്നത്. ഉം, ഒന്ന്, ഈ ക്വാഡ് രാജ്യങ്ങളുടെ ഏറ്റവും പുതിയ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം, ഉം. അതിലെ പ്രധാന കാര്യങ്ങൾ. അതെ. രണ്ടാമത്തേത്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന സന്ദർശനം, ഉം. അതിന്റെ പ്രാധാന്യം. ശരിയാണ്, രണ്ടും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ തന്നെ. അതെ. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് ഈ ലോകത്തെന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ നൽകുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉം, ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യം നമുക്ക് ക്വാഡ് യോഗത്തിന്റെ കാര്യമെടുക്കാം. വാഷിംഗ്ടണിലായിരുന്നു യോഗം. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, പിന്നെ USA. ഉം, ആ 4 രാജ്യങ്ങൾ. ഇവര് പഹൽഗാം ഭീകരാക്രമണത്തെ അതിനെ ശക്തമായി അപലപിച്ചു. അത് ശ്രദ്ധേയമാണ്. സംയുക്ത പ്രസ്താവനയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നൊരു വാക്കുപയോഗിച്ചു. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിലും രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാല്, പറയൂ. മുൻപത്തെ പ്രസ്താവനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ റഷ്യ-യുക്രൈൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രയേൽ ഗസ വിഷയം, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ പരാമർശമില്ല. ഓ, ശരിയാണല്ലോ. അതെ, ഇതൊരു സൂചനയാണ്. ക്വാഡിന്റെ ഫോക്കസ്, അതായത് അവരുടെ ശ്രദ്ധ ശരിക്കും ഇൻഡോ പസഫിക് മേഖലയിലേക്ക്, ആ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുവാണോ എന്ന് തോന്നും. മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഒരുപക്ഷെ അതെ, ആ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു പുതിയ അജണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും കേട്ടല്ലോ, സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടി. 4 പ്രധാന മേഖലകൾക്കാണ് അതിൽ ഊന്നൽ നൽകുന്നത്. ഏതൊക്കെയാണവ? ഒന്ന്, തീർച്ചയായും സമുദ്ര സുരക്ഷ. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധിയും സുരക്ഷയും. മൂന്നാമത്തത് ടെക്നോളജി, അതായത് നിർണായകവും പുതിയതുമായ സാങ്കേതിക വിദ്യകൾ, 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കേ. നാലാമതായിട്ട് ഈ മാനുഷിക സഹായം, ദുരന്ത നിവാരണം, HADR, അതും പ്രധാനമാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ്? ക്വാഡ് എന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യമൊന്നുമല്ല. അതൊരു തന്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി മാത്രമാണ്. അതിന്റെ തുടക്കം തന്നെ ഓർമ്മയുണ്ടോ? 2004 സുനാമി. അതെ, അന്നത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. കൃത്യം. അതാണ് ക്വാഡിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. ശരി, ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനത്തിലേക്ക് വരാം. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ബ്രസീൽ, അർജന്റീന, പിന്നെ നമീബിയ, 5 രാജ്യങ്ങൾ. അതെ, ഇത് വേറൊരു തലമാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ? ഒരു പ്രധാന കാര്യം ബ്രസീലിലെ റിയോ ഡി ജനീറിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതാണ്. ബ്രിക്സ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ഇപ്പോൾ കുറച്ചു പുതിയ രാജ്യങ്ങളും വന്നു അല്ലേ? അതെ, 2024-ൽ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ കൂടി ചേർന്നു. ഇതൊരു വലിയ കൂട്ടായ്മയായി. ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ വികസ്വര രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഗ്ലോബൽ സൗത്ത്, അവരുടെ ശബ്ദമാവുക, ലോകത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹുമുഖ ലോകക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് ലക്ഷ്യം. ഇവരുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDB ഒക്കെ ഷാങ്ഹായിലാണ്. ഗ്ലോബൽ സൗത്തുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും. ഘാനയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ബഹുമതി, കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന, അത് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നുണ്ട്. അത് കൊള്ളാം. അവിടെ മറ്റൊരു പ്രധാന ചർച്ച ഘാനയെ ആഫ്രിക്കയുടെ ഒരു വാക്സിൻ ഹബ്ബാക്കുന്നതിനെക്കുറിച്ചാണ്. വാക്സിൻ ഹബ്ബ്. അത് ആരോഗ്യ നയതന്ത്രത്തിന്റെ ഭാഗമാണല്ലോ. അതെ. അതുപോലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലും പ്രധാനമന്ത്രിക്ക് അവിടത്തെ വലിയ ബഹുമതി കിട്ടുന്നുണ്ട്, ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. അവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 2025-ൽ, അതായത് അടുത്ത വർഷം, ഇന്ത്യയിൽ നിന്ന് കരാർ തൊഴിലാളികൾ, ഇന്റൻചേർഡ് ലേബറേഴ്സ് എന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ട്, അവരവിടെ എത്തിയിട്ട് 180 വർഷം തികയുകയാണ്. അതൊരു ചരിത്രപരമായ ബന്ധം കൂടിയാണ്. ശരിയാണ്. ഈ ചരിത്രപരമായ ബന്ധമൊക്കെ ഇന്നത്തെ നയതന്ത്രത്തില് പ്രധാനമാണോ? വളരെ പ്രധാനം. ഈ ക്വാഡ് മീറ്റിംഗും പ്രധാനമന്ത്രിയുടെ ഈ 5 രാജ്യങ്ങളുടെ സന്ദർശനവും ഇവ രണ്ടും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സായത്താരേഷ്യ ഇടപെടലിനെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യ ഒരേ സമയം പല കളങ്ങളിലും കളിക്കുന്നു എന്നതാണ്. ഒരു ഭാഗത്ത് ക്വാഡ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ സജീവം, മറുഭാഗത്ത് ബ്രിക്സ് പോലെയുള്ള വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും സജീവം. അതേസമയം തന്നെ ഘാന, ട്രിനിഡാഡ് പോലുള്ള ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നു.
ഇൻഡോ പസഫിക്കിലും ശ്രദ്ധയുണ്ട്, ഗ്ലോബൽ സൗത്തിലും ശ്രദ്ധയുണ്ട്. അപ്പോ ഒരു മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാമോ? ഏകദേശം അങ്ങനെ പറയാം. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യങ്ങളോട് ഇന്ത്യ വളരെ പ്രായോഗികമായിട്ട് തന്ത്രപരമായിട്ട് പ്രതികരിക്കുന്നു. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്വാഡ് ഇൻഡോ പസഫിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്ര ഗ്ലോബൽ സൗത്തുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ബ്രിക്സിലെ സ്ഥാനം ഉറപ്പിക്കാനും സഹായിക്കുന്നു. കൃത്യമായി പറഞ്ഞു. പല ദിശകളിലേക്കും ഒരേ സമയം നീങ്ങുന്ന ഒരു നയതന്ത്രം. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. തീർച്ചയായും. നമ്മൾ കണ്ടു ക്വാഡ് ഈ നിർണായക സാങ്കേതിക വിദ്യകളിൽ ക്രിട്ടിക്കൽ ടെക് സഹകരണം കൂട്ടുന്നു. അതേസമയം പ്രധാനമന്ത്രി ഘാനയെ ഒരു വാക്സിൻ ഹബ്ബാക്കാൻ ചർച്ച ചെയ്യുന്നു. അതെ. അപ്പോ ഈ സാങ്കേതിക വിദ്യയും ആരോഗ്യ നയതന്ത്രവും, ഈ രണ്ട് കാര്യങ്ങൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സൈനിക സുരക്ഷ പോലുള്ള വിഷയങ്ങൾക്കപ്പുറം ഭാവിയിൽ ഒരു പ്രദേശത്തിന്റെ സ്വാധീനം നിർണയിക്കുന്നതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാവാം? ശരിയാണ്. അതൊരു നല്ല ചോദ്യമാണ്. ടെക്നോളജിയും ഹെൽത്തും പുതിയ പവർ ഡൈനാമിക്സ് ഉണ്ടാക്കുമോ എന്നുള്ളത്. അതെ, അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. തീർച്ചയായും. ഒന്ന്, ഛത്തീസ്ഗഡിലെ ഒരു വനാവകാശ തർക്കം. ഗ്രാമസഭകളും സർക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നമാണവിടെ. ശരി. മറ്റൊന്ന് ഡൽഹിയിലാണ്. അവിടെ പഴയ ഒരു മുഗൾ കൊട്ടാരം, ഷീഷ് മഹൽ, അത് പുതുക്കി പണിത് ആളുകൾക്കായിട്ട് തുറന്നുകൊടുത്തു. ഓക്കെ. രണ്ടും വ്യത്യസ്ത വിഷയങ്ങളാണല്ലോ. അതെ. നമ്മുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളുണ്ട്. ഛത്തീസ്ഗഡ് വിഷയം പരിസ്ഥിതി, പിന്നെ ഈ തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ഷീഷ് മഹലാവട്ടെ ചരിത്രം, വാസ്തുവിദ്യ, പിന്നെ നമ്മുടെ ഈ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ശരിയാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടിത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം, അല്ലേ? ആദ്യത്തെ വിഷയത്തിലേക്ക് കടന്നാലോ? തുടങ്ങാം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാർത്ത. അവിടെ സംസ്ഥാന വനം വകുപ്പ് ഒരു ഉത്തരവിറക്കി. ഈ CFR എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തൽക്കാലം നിർത്തിവെക്കാൻ. ഓഹോ. അപ്പോ ഇതിനെതിരെ ഗ്രാമസഭകളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് ശരിക്കും നടക്കുന്നത്? ഇതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 2006 വനാവകാശ നിയമമാണ്. FRA എന്ന് പറയും. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. അതെ. അതായത് കാലങ്ങളായി വനത്തിൽ താമസിക്കുന്ന പക്ഷെ നിയമപരമായിട്ട് അവകാശമൊന്നും കിട്ടാതിരുന്ന ആദിവാസികൾക്കും മറ്റുള്ളവർക്കും വനഭൂമിയിലും അവിടുത്തെ വിഭവങ്ങളിലും ഒരു അവകാശം നൽകുക. അതാണ് നിയമത്തിന്റെ ലക്ഷ്യം. ശരി. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേന്ദ്ര തലത്തിൽ ആദിവാസി കാര്യ മന്ത്രാലയമാണ്. മോട്ടം അവരാണ് നോഡൽ ഏജൻസി. ഓക്കെ. ഈ നിയമത്തിൽ പലതരം അവകാശങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വ്യക്തിഗത അവകാശം, സാമൂഹിക അവകാശം. ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ തർക്കത്തിൽ പ്രധാനം സാമൂഹിക വനവിഭവ അവകാശം അഥവാ CFR ആണെന്ന് പറയുന്നു. എന്താണ് ഈ CFR അവകാശം? എന്താ അതിന് ഇത്ര പ്രാധാന്യം? CFR അവകാശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതൊരു ഗ്രാമസഭയ്ക്ക് അവരുടെ ആ ഒരു പരമ്പരാഗത അതിർത്തിക്കുള്ളിലുള്ള വനമില്ലേ, അവിടുത്തെ വിഭവങ്ങൾ സംരക്ഷിക്കാനും വേണമെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാനും പരിപാലിക്കാനും പിന്നെ അത് നിയന്ത്രിക്കാനുമൊക്കെയുള്ള പൂർണ്ണ അധികാരം കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ഗ്രാമസഭയുടെ അധികാരമാണ്? അതെ. നിയമം പറയുന്നത് അങ്ങനെയാണ്. ഈ അധികാരത്തിന്റെ മേൽനോട്ടം ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിനാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ വനം വകുപ്പ് ആ അധികാരം എടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ അധികാരത്തിൽ ഇടപെടുന്നു എന്നാണ് പ്രവർത്തകരൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് പ്രശ്നത്തിന്റെ കാതല്. നിയമം പറയുന്നതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. ഏകദേശം അതെ. ഇതൊരു അധികാര വടംവലി പോലെയാണ് ഗ്രാമസഭയും വനം വകുപ്പും തമ്മിൽ. ഈ ഗ്രാമസഭകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലാവസ്ഥാ മാറ്റമൊക്കെ വരുന്ന സമയത്ത് വനസംരക്ഷണം വളരെ പ്രധാനമാണെന്നും അതിൽ തങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നുമാണ്. തീർച്ചയായും. അവരുടെ പരമ്പരാഗത അറിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ തങ്ങളുടെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വനാവകാശങ്ങൾ തീരുമാനിക്കുന്നതിൽ ഗ്രാമസഭയ്ക്കുള്ള പങ്കിനെയാണ് ഇവിടെ വനം വകുപ്പ് ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. നിയമം നടപ്പാക്കുന്നതിലെ പ്രാഥമിക അധികാരി ഗ്രാമസഭയാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ഈ കാണുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണം. ഓക്കെ. ഛത്തീസ്ഗഡിലെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് വരാം. ശരി. ഡൽഹിയിൽ ഷാലിമാർ ബാഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. അവിടത്തെ ഷീഷ് മഹൽ, അതായത് കണ്ണാടിക്കൊട്ടാരം, അത് കുറേ കാലത്തിനു ശേഷം വീണ്ടും നന്നാക്കി പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് തുറന്നുകൊടുത്തു. നല്ല വാർത്തയാണല്ലോ അത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI
പിന്നെ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി DDA ഇവർ രണ്ടും ചേർന്നാണ് ഇത് ചെയ്തത്. ശീഷ് മഹൽ എന്ന് പറയുമ്പോൾ അതിന് നല്ല ചരിത്രമുണ്ട്. ഇത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് 17-ാം നൂറ്റാണ്ടിൽ. ഓഹോ, ഷാജഹാൻ. അതെ, ഷാലിമാർ ബാഗ് തന്നെ 1653-ൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരിലൊരാളായ ഇസ്-ഉൻ-നിസ ബീഗം പണികഴിപ്പിച്ചതാണ്. മുഗൾ രാജാക്കന്മാരെ കാശ്മീരിലേക്കും ലാഹോറിലേക്കുമൊക്കെ പോകുമ്പോൾ ഇവിടെ ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ട് തങ്ങുമായിരുന്നു. ഓക്കെ, ഒരു ഇടത്താവളം പോലെ. അതെ. പിന്നെ രസകരമായൊരു കാര്യം, 1658-ൽ ഔറംഗസേബില്ലേ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിരീടധാരണം നടന്നത് ഈ ശീഷ് മഹലിൽ വെച്ചാണ്. ആണോ? അത് പുതിയ അറിവാണല്ലോ. ശീഷ് മഹലിന് പേര് വരാൻ കാരണം കണ്ണാടികൾ കൊണ്ടാണുള്ള വശം. അതെ അതെ, അതിന്റെ ഉൾവശം മുഴുവൻ ചെറിയ കണ്ണാടി കഷ്ണങ്ങളുകൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ശീഷ് എന്നാൽ കണ്ണാടി എന്നാണല്ലോ. ഇത് വലിയൊരു മുഗൾ പൂന്തോട്ടത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള ചാർഭാഗ് ശൈലി. അതായത് പൂന്തോട്ടത്തെ 4ആയിട്ട് തിരിക്കുന്നത്, വെള്ളച്ചാലുകളൊക്കെ വെച്ച് ചുറ്റും 4 ഭാഗങ്ങളായി തിരിച്ച ഗാർഡൻ, പിന്നെ ജലധാരകൾ, കുളങ്ങൾ എല്ലാം നല്ല സിമ്മട്രിയിലായിരിക്കും. ഹുമയൂണിന്റെ ശവകുടീരം, താജ്മഹലൊക്കെ പോലെ. അതെ, കശ്മീരിലെ ഷാലിമാർ ബാഗ് ഇതൊക്കെ ഈ ശൈലിയുടെ ഉദാഹരണങ്ങളാണ്. ഈ പുനരുദ്ധാരണം നടത്തിയത് ASI ആണെന്ന് പറഞ്ഞല്ലോ. ASIയെ കുറിച്ച്. ASI, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അത് 1861-ൽ തുടങ്ങിയതാണ്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഈ പുരാവസ്തു ഗവേഷണം, പിന്നെ പഴയ സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ജോലി. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലാണ് ASI വരുന്നത്. അപ്പൊ ഈ ശീഷ് മഹൽ വീണ്ടും തുറന്നത് ചരിത്ര സ്മാരകം സംരക്ഷിച്ചു എന്നതിനപ്പുറം ഡൽഹി പോലുള്ള തിരക്കുള്ള നഗരത്തിൽ പഴയകാലത്തിന്റെ ഒരു ഓർമ്മ, ഒരു അനുഭവം ആളുകൾക്ക് തിരികെ കിട്ടുന്നു എന്നതും പ്രധാനമാണല്ലേ? തീർച്ചയായും. അതിനൊരു സാംസ്കാരിക പ്രാധാന്യം കൂടിയുണ്ട്, വെറുതെ ഒരു കെട്ടിടം എന്നതിനപ്പുറം. ഇന്ത്യയുടെ വിദേശ വികസന സഹകരണ നയത്തിൽ വരുന്ന ഒരു പ്രധാന മാറ്റത്തെക്കുറിച്ചാണ് അല്ലേ? അതെ, തീർച്ചയായും. പരമ്പരാഗതമായി ഇന്ത്യ തുടർന്നു പോന്ന ഒരു രീതിയുണ്ടല്ലോ, ഈ ലൈൻസ് ഓഫ് ക്രെഡിറ്റ് അഥവാ LOC. അതിൽ നിന്നും മാറി ത്രികോണ സഹകരണം അല്ലെങ്കിൽ ട്രയാങ്കുലർ കോഓപ്പറേഷൻ എന്നൊരു പുതിയ സമീപനത്തിലേക്ക് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നാണ് ഈ വിശകലനങ്ങൾ പറയുന്നത്. ശരിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് തന്നെയാണ്. അപ്പം നമ്മളിന്ന് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് ഈ മാറ്റം? എന്താണ് ഈ ത്രികോണ സഹകരണം? പിന്നെ ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം, അല്ലെങ്കിൽ എന്ത് വെല്ലുവിളികളാണ് ഉണ്ടാവുക? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെ, കാരണം ലോകം മാറുകയാണല്ലോ. അപ്പോൾ പഴയ രീതികൾ മാത്രം പോരാതെ വരും. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് പണ്ടേ നല്ല ബന്ധമുണ്ട്. പക്ഷേ അവിടുത്തെ ചില പുതിയ സാഹചര്യങ്ങൾ, അതാണ് ഈ മാറ്റത്തിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണം. എന്തൊക്കെയാണ് പുതിയ സാഹചര്യങ്ങൾ? എന്തിനാണിപ്പോ ഇന്ത്യ LOCയിൽ നിന്ന് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒന്നാണല്ലോ ഇത്, അതിൽ നിന്ന് മാറാൻ നോക്കുന്നത്? പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 1, പല ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും വലിയ കടക്കിണിയിലാണ്. ഇത് ഇന്ത്യക്കും ഒരു ആശങ്കയാണ്. കൂടുതൽ കടം കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഭാരമാകും. ശരി, കടബാധ്യത. അതെ. 2, ഒരു ആഗോള സാമ്പത്തിക ഞെരുക്കമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം പഴയതുപോലെ വലിയ തുക വായ്പ കൊടുക്കാൻ ഇന്ത്യക്കും പരിമിതികളുണ്ട്. ഓഹോ. പിന്നെ 3ാമത്തെ കാര്യം, പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്ട് എന്ന ആശയം, അത് കുറച്ചുകൂടി വിപുലമായ സഹകരണത്തിനുള്ള സാധ്യതകൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ത്രികോണ സഹകരണം അഥവാ TRC വരുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. എന്താണ് ഈ 3 കോണുകൾ? ആരൊക്കെയാണ് ഇതിലെ? അത് ലളിതമായിട്ട് പറയാം. ഇത് 3 പങ്കാളികളാണ് ഉണ്ടാവുക. 1, ഒരു പരമ്പരാഗത ദാതാവ്, സാധാരണയായി ജർമ്മനി, US പോലെ സാമ്പത്തിക ശേഷിയുള്ള ഒരു പാശ്ചാത്യ രാജ്യം. ഓക്കെ, പണം നൽകുന്നവർ. അതെ. 2, ഇന്ത്യയെപ്പോലെ സ്വന്തമായിട്ട് വികസനാനുഭവങ്ങളും ചിലപ്പോൾ കുറഞ്ഞ ചെലവിൽ നടപ്പാക്കാവുന്ന സാങ്കേതിക വിദ്യകളുമൊക്കെയുള്ള ഒരു ഗ്ലോബൽ സൗത്ത് രാജ്യം. ഇവരെയാണ് നിർണായക പങ്കാളി അഥവാ പിവറ്റൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇന്ത്യ ആ റോളിൽ വരുന്നു. അതെ. 3ാമത്, ഈ സഹായം സ്വീകരിച്ച് പദ്ധതി നടപ്പാക്കുന്ന വേറൊരു ഗ്ലോബൽ സൗത്ത് രാജ്യം. അപ്പോൾ പണം ഒരിടത്തു നിന്ന് അറിവും സാങ്കേതിക വിദ്യയും ഇന്ത്യയെപ്പോലുള്ളവരിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് 3ാമതൊരു രാജ്യത്തിന്. ആഹാ, കൊള്ളാമല്ലോ. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ നോർത്തും സൗത്തും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കും അല്ലേ?
പണം വെസ്റ്റേൺ രാജ്യങ്ങൾ നൽകുന്നു, പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് പറ്റിയ ചിലവ് കുറഞ്ഞ പരിഹാരങ്ങൾ കൊടുക്കാൻ ചിലപ്പോൾ ഇന്ത്യക്ക് സാധിച്ചേക്കും. തീർച്ചയായും. അതാണ് അതിൻ്റെ ഒരു പ്രധാന ആകർഷണം. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക വികസന സഹായം, അതായത് ODA, കുറഞ്ഞുവരുന്നൊരു കാലഘട്ടമാണിത്. ശരിയാണ്. അപ്പോൾ വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDG ഒക്കെ നേടാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. കടക്കെണിയിൽ പെടാതെ എങ്ങനെ വികസനം സാധ്യമാക്കാം എന്നതിന് ഇതൊരു നല്ല സാധ്യതയാണ്. ഇന്ത്യ ഇതിനകം തന്നെ ജർമ്മനി, UK, US, യൂറോപ്യൻ യൂണിയൻ ഇവരോടൊക്കെ ചേർന്ന് കാമറൂൺ, ഘാന, പെറു പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം TRC പൈലറ്റ് പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ റോൾ ഇവിടെ ശരിക്കും മാറുകയാണ്. വെറും പണം കടം കൊടുക്കുന്ന ഒരാളെന്നതിലുപരി ഒരു വിജ്ഞാന പങ്കാളി, ഒരു എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യുന്ന ഒരാളായി മാറുന്നു. അതെ. നമ്മുടെ UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ്, അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ ആരോഗ്യ മാതൃകകൾ, ഇതൊക്കെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം കൂടിയാണിത്. സാധ്യത. ഇന്ത്യയുടെ തനതായ, ഇന്നൊവേറ്റീവായ, അതേസമയം ചെലവ് കുറഞ്ഞ പരിഹാരങ്ങൾക്ക് ഒരു ആഗോള വേദി കിട്ടുകയാണ്. ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമില്ല. ശരി. അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഫണ്ടിംഗ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ പറ്റും. പിന്നെ ലോൺ കൊടുക്കുമ്പോഴുള്ളൊരു സാമ്പത്തിക റിസ്ക് ഉണ്ടല്ലോ, അതിവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. അതും ഒരു പ്രധാന കാര്യമാണ്. നയതന്ത്രപരമായി നോക്കിയാൽ ഇന്ത്യക്ക് ഗ്ലോബൽ നോർത്തിനും സൗത്തിനും ഇടയിൽ ഒരു നിർണായക കണ്ണിയെ മാറാൻ ഇത് സഹായിക്കും. ഒരു ബ്രിഡ്ജ് പോലെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല സാധ്യതകളാണ് തോന്നുന്നത്. പക്ഷേ ഒരു സംശയം. 3 രാജ്യങ്ങൾ, 3 വ്യത്യസ്ത താൽപ്പര്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, ഇവരെ ഒരുമിപ്പിച്ച് ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകുക എന്നത് അത് പ്രായോഗികമായി എത്രത്തോളം എളുപ്പമാണ്? വെല്ലുവിളികൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാവും. നല്ല ചോദ്യമാണ്. ഏകോപനം അഥവാ കോർഡിനേഷൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 3 രാജ്യങ്ങളുടെയും മുൻഗണനകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ. പദ്ധതിയുടെ ലക്ഷ്യങ്ങളെങ്ങനെ നിർവചിക്കണം, എങ്ങനെ നടപ്പാക്കണം എന്നതിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ വരാം. ശരിയാണ്. പിന്നെ വേറൊരു ആശങ്ക ചിലർ പങ്കുവയ്ക്കുന്നത്, ഈ ത്രികോണ സഹകരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്ത്യയും മറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സഹകരണം, ആ സൗത്ത് കോപ്പറേഷൻ, അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നതാണ്. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോ ഈ TRC എന്നത് നിലവിലുള്ള സൗത്ത് സഹകരണത്തിന് പകരമാവരുത്. ഒരെങ്കിലുമല്ല. അതിനെ പൂർത്തീകരിക്കുന്ന, അതിന് കൂടുതൽ ശക്തി പകരുന്ന ഒന്നായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതിന് ശരിയായ പങ്കാളികളെ കണ്ടെത്തണം. ഇന്ത്യയുടെ വൈദഗ്ധ്യം എവിടെയാണോ ഏറ്റവും പ്രസക്തം, അത്തരം പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കണം. പിന്നെ ഈ സഹകരണത്തില് ഇന്ത്യ എപ്പോഴും ഒരു തുല്യ പങ്കാളിയായിരിക്കണം. അല്ലാതെ വെറുതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ഫണ്ട് നടപ്പാക്കുന്ന ഏജൻസി മാത്രമായി മാറരുത്. അത് പ്രധാനമാണ്. ഈ ഒരു സമീപനം സ്വീകരിച്ചാൽ ഇന്ത്യയുടെ ആഗോളതലത്തിലെ വിശ്വമിത്ര എന്ന സ്ഥാനം ഉറപ്പിക്കാൻ ഈ പുതിയ നയത്തിന് സാധിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുടെ വിദേശ സഹായ നയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരമ്പരാഗത വായ്പാ പദ്ധതികളിൽ നിന്നും മാറി അറിവും സാങ്കേതികവിദ്യയും പങ്കുവയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ടുള്ള ഈ ത്രികോണ സഹകരണം എന്ന ആശയത്തിന് പ്രാധാന്യമേറുകയാണ്. അതെ, ഇത് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും പുതിയ സഹകരണ മാതൃകകൾ കണ്ടെത്താനുള്ള കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ചെലവു കുറഞ്ഞ എന്നാൽ ഫലപ്രദമായ ഇന്ത്യൻ പരിഹാരങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത്. വളരെ ശരിയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ചിന്തിക്കാനൊരു ചോദ്യം: ഈ ത്രികോണ സഹകരണം കൂടുതൽ വ്യാപകമാകുമ്പോൾ ഇന്ത്യയുടെ ഏത് തനതു വൈദഗ്ധ്യത്തിനായിരിക്കും, അത് ഡിജിറ്റൽ രംഗത്താവാം, കാർഷിക രംഗത്താവാം, ആരോഗ്യരംഗത്താവാം, ഭാവിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യകതയുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ചിന്തിക്കുക. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ പടക്ക നിർമ്മാണ മേഖലയിൽ എന്തുകൊണ്ടാണ് അപകടങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നത്? പടക്ക ദുരന്തങ്ങൾ, സുരക്ഷയും നിയന്ത്രണവും എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ വിശദമായി നോക്കാമല്ലേ? തീർച്ചയായും. ഏറ്റവും ഒടുവിൽ സത്തൂരിൽ 8 പേരാണ് മരിച്ചത്. ഈ വർഷം, അതായത് 2025-ൽ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും 8 അപകടങ്ങൾ, 26 മരണം. ഇത് വർഷാവർഷം നമ്മൾ കേൾക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. എന്താണിതിങ്ങനെ ആവർത്തിക്കാൻ കാരണം? ലേഖനം എന്തു പറയുന്നു? ലേഖനം പറയുന്നത്
പെട്ടെന്നുള്ള കാരണം ഈ കടുത്ത ചൂടും പിന്നെ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അറിയാതെ ഉണ്ടാവുന്ന ഘർഷണം അതുപോലുള്ള കാര്യങ്ങളുമാണ്. തീപിടുത്തത്തിന് അത് മതി. ശരി. പക്ഷേ അതിനപ്പുറം ലേഖനം വ്യക്തമായി പറയുന്നുണ്ട്, നിർമ്മാതാക്കളുടെ ഭാഗത്തുള്ള ഒരു എന്താ പറയാ അലംഭാവം, ലാഭം മാത്രം നോക്കി സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, അതാണ് അടിസ്ഥാന പ്രശ്നം. അതായത് നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നാണോ? അതെ അതെ. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, പെസോ എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അവരാണ് ലൈസൻസ് നൽകുന്നതും ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും. 2008 എക്സ്പ്ലോസീവ്സ് നിയമങ്ങൾ അനുസരിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോ സ്ഫോടക വസ്തുക്കൾ വെയിലത്ത് വെക്കരുത്. വളരെ ബേസിക്കായ കാര്യമാണ്. ശരിയാണ്. പക്ഷേ അതടക്കം ലംഘിക്കപ്പെടുന്നു എന്നാണ് ലേഖനം പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനോ തടയാനോ ഉള്ള സംവിധാനം പലപ്പോഴും കാര്യക്ഷമമല്ലാത്തതാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഒരു പ്രധാന കാരണം. ഓഹോ, ഈ പറയുന്ന വിരുദുനഗർ ജില്ലയിലാണല്ലോ ശിവകാശി. രാജ്യത്തെ 90% പടക്കങ്ങളും അവിടെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതെ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനമാർഗം കൂടിയാണ് ഈ വ്യവസായം. അപ്പോ ഈ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഒരു ആശ്രയത്വം പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടോ? തീർച്ചയായും അതാണിതിലെ ഏറ്റവും വിഷമകരമായൊരു വശം. വിരുദുനഗർ പോലുള്ള സ്ഥലങ്ങള് പൊതുവെ വരണ്ട പ്രദേശങ്ങളാണ്. ശരിയാണ്. അവിടെ മറ്റു വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ നല്ല കൃഷിയോ അധികമില്ല. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വേറെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപകടം പിടിച്ച പണിയാണെന്നറിഞ്ഞിട്ടും ചെറിയ കൂലിക്ക് ഈ ജോലിക്ക് പോകാൻ അവർ നിർബന്ധിതരാവുകയാണ്. ഓ. അതുകൊണ്ട് ഇത് വെറും ഒരു ഫാക്ടറിയിലെ അപകടം എന്നതിലുപരി ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പിന്നെ ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ച, തൊഴിലാളികളുടെ സുരക്ഷയെ പുച്ഛത്തോടെ കാണുന്നത്, ഇതെല്ലാം ചേർന്ന് ഒരു സാമൂഹിക സാമ്പത്തിക പ്രശ്നവലയമാണ് സത്യത്തിൽ. മനസ്സിലായി. അതായത് മറ്റുള്ളവരുടെ ദീപാവലിയും ആഘോഷങ്ങളുമൊക്കെ നടക്കുമ്പോഴേ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഇരുട്ടാണ് അല്ലേ? അതെ, അതാണവസ്ഥ. അപ്പം നമ്മൾ കാണുന്നത്, 1, വലിയ അപകടസാധ്യതയുള്ളൊരു വ്യവസായം, 2, നിയമങ്ങളുണ്ട് പക്ഷെ നടപ്പാക്കുന്നില്ല. ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടാവാം, അഴിമതി സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത്, അവർക്ക് വേണ്ടത്ര പരിശീലനമില്ല, സുരക്ഷാ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, ലൈസൻസ് ഇല്ലാത്ത യൂണിറ്റുകൾ വേറെ, ഇതിൻ്റെ കൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതൊരു വലിയ ഒരു കെട്ടുപിണിഞ്ഞ പ്രശ്നം തന്നെയാണല്ലോ. അതെ, ഇതൊരു സിസ്റ്റമിക് പ്രശ്നം എന്ന് പറയാം. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ ലേഖനം എന്തെങ്കിലും പരിഹാരം പറയുന്നുണ്ടോ? അതെ, അതാണ് അടുത്ത ചോദ്യം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വ്യവസായത്തെ ആശ്രയിക്കുമ്പോൾ ഇത് നിരോധിക്കുന്നതൊരു പരിഹാരമല്ലെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ പിന്നെ എന്താണ് വഴി? ശരിയാണ്. നിരോധനമല്ല വേണ്ടത്, നിയന്ത്രണവും സുരക്ഷയുമാണ് കൂട്ടേണ്ടത് എന്ന് ലേഖനം പറയുന്നുണ്ട്. അതിനു കുറച്ച് നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. എന്തൊക്കെയാണത്? 1. നിയമപാലനം കർശനമാക്കണം. PSOക്ക് ഇടയ്ക്കിടെ മിന്നൽ പരിശോധനകൾ നടത്തണം. നിയമലംഘനം കണ്ടുപിടിക്കാൻ ഡ്രോൺ പോലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിക്കാം. 2. നിർമ്മാതാക്കളുമായി ഒരു ശത്രുതാ മനോഭാവമല്ലാതെ സഹകരിച്ച് ഒരു സേഫ്റ്റി കൾച്ചർ, ഒരു സുരക്ഷാ സംസ്കാരം ഉണ്ടാക്കണം. സഹകരിച്ചു? നിർമ്മാതാക്കൾ അതിന് തയ്യാറാകുമോ? അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ശിവകാശിയിൽ പണ്ട് ബാലവേല വലിയ പ്രശ്നമായിരുന്നു. ഓ, ശരിയാണല്ലോ. അത് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞത് സർക്കാരും നിർമ്മാതാക്കളും NGOകളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ ഒരു മോഡൽ ഇവിടെയും നോക്കാവുന്നതാണ്. കൊള്ളാം. 3. തൊഴിലാളികളെ ശാക്തീകരിക്കണം. അവർക്ക് നല്ല ട്രെയിനിങ്, സേഫ്റ്റി ഗിയർ, ഇൻഷുറൻസ് ഒക്കെ ഉറപ്പാക്കണം. പിന്നെ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച കണ്ടാൽ പേടിക്കാതെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ. 4. ഗവേഷണം പ്രോത്സാഹിപ്പിക്കണം. അതായത് അപകടം കുറഞ്ഞ, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഗ്രീൻ ക്രാക്കേഴ്സ്, ഹരിത പടക്കങ്ങൾ വികസിപ്പിക്കാനും ഉപയോഗിക്കാനും പ്രോത്സാഹനം നൽകണം. ഓക്കേ. പിന്നെ അവസാനമായി അപകടമുണ്ടായാൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള വളരെ കർശനമായ നടപടികൾ വേണം. പേരിനൊരു നടപടി പോരാ. ചുരുക്കി പറഞ്ഞാൽ ഈ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് അത് വെറും അശ്രദ്ധ കൊണ്ടല്ല, ഘടനാപരമായ പ്രശ്നങ്ങളാണ്, നിയന്ത്രണ സംവിധാനങ്ങളുടെ പരാജയമാണ്. എങ്ങനെ ഈ ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാക്കാതെ വ്യവസ്ഥാപരമായ മാറ്റം കൊണ്ടുവന്ന് സുരക്ഷ ഉറപ്പാക്കാം? അതാണ് യഥാർത്ഥ വെല്ലുവിളി. ശരിയാണ്. ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ, അതായത് കേൾക്കുന്നവർ, ഓർക്കേണ്ടിയൊരു കാര്യം,
നമ്മൾ പത്രത്തിൽ വായിക്കുന്ന മരണക്കണക്കുകൾക്കപ്പുറം ഇതുപോലുള്ള ഓരോ ദുരന്തത്തിനും പിന്നിൽ വളരെ സങ്കീർണമായ സാമൂഹികവും സാമ്പത്തികവും ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് എന്നതാണ്. ലേഖനം നിർമ്മാതാക്കളും സർക്കാരും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്. അതായത്, ഈ ജോലി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണ തൊഴിലാളികൾ, അവർക്ക് തന്നെ ജോലി പോകുമോ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരമുണ്ടാകുമോ എന്നോ പേടിക്കാതെ അവർ കാണുന്ന ഒരു സുരക്ഷാ വീഴ്ച, അത് ധൈര്യമായിട്ട് മേലധികാരികളെയോ അധികാരികളെയോ അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കും? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇന്ത്യയിലെ സാന്ത്വന പരിചരണം, അതായത് പാലിയേറ്റീവ് കെയറിനെക്കുറിച്ച് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുകയാണ്. ഇതിനായി നമ്മൾ ചില ലേഖനങ്ങളും പഠനങ്ങളുമൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പരിചരണം ശരിക്കും ആവശ്യമായിട്ട് പോലും ഭൂരിഭാഗം പേർക്കും അത് കിട്ടാതെ പോകുന്നത്? നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇതിനെ എങ്ങനെ കുറച്ചുകൂടി നന്നായി ഉൾപ്പെടുത്താം? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെ, പ്രധാന ചോദ്യം ഇതാണ്. ഓരോ വർഷവും എന്താ പറയുക, ഏകദേശം ഒരു 70 ലക്ഷം തൊട്ട് 1 കോടി ആളുകൾക്ക് വരെ ഇന്ത്യയിൽ സാന്ത്വന പരിചരണം വേണം. പക്ഷെ കിട്ടുന്നത് എത്ര പേർക്കാണെന്നറിയാവോ? വെറും 1-2% പേർക്ക് മാത്രം. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വ്യത്യാസം? ആ കണക്കുകള് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇത്ര വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം എന്താണ് ഈ സാന്ത്വന പരിചരണം എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം, അല്ലേ? തീർച്ചയായും. വളരെ ലളിതമായി പറഞ്ഞാൽ, ഈ മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ മാറാത്ത അസുഖങ്ങളൊക്കെയുള്ളവർ അവരുടെ വേദന, മറ്റു ബുദ്ധിമുട്ടുകൾ അതൊക്കെ കുറച്ച് അവരുടെ ആ ഒരു ജീവിതത്തിന് കഴിയുന്നത്ര ഒരു ആശ്വാസവും നിലവാരവും നൽകുന്ന ഒരു പ്രത്യേകതരം പരിചരണമാണത്. ഇതിന്റെ ലക്ഷ്യം രോഗം മാറ്റുക എന്നതല്ല, മറിച്ച് ശാരീരികമായും വൈകാരികമായും പിന്നെ സാമൂഹികമായും ആത്മീയമായും ഒക്കെ പിന്തുണ കൊടുക്കുക. ആ വ്യക്തിക്ക് പറ്റുന്നത്ര നന്നായിട്ട് ജീവിക്കാൻ സഹായിക്കുക. അതാണ് കാര്യം. അതായത്, രോഗം ഭേദമാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും ആ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ നോക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ ക്യാൻസർ, പ്രമേഹം പോലുള്ള പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ, അതായത് NCDs. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം കൂടുവാണല്ലേ? വളരെ ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ സിസ്റ്റം നോക്കിയാൽ അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് രോഗം മാറ്റുന്ന ചികിത്സകളിലാണ്. ക്യൂറേറ്റീവ് കെയർ എന്ന് പറയും. ഇത് ചിലപ്പോൾ രോഗം മാറില്ലെന്ന് ഉറപ്പുള്ള അവസ്ഥയിൽ പോലും രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കുടുംബത്തിന് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്ന ചികിത്സകളിലേക്ക് നയിച്ചേക്കാം. അവിടെയാണ് ഈ സാന്ത്വന പരിചരണം ഒരു ബദലായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. ശരി. 2017 ദേശീയ ആരോഗ്യ നയത്തിൽ ഇതിനാദ്യമായിട്ടൊരു ഔദ്യോഗിക സ്ഥാനം കൊടുത്തത് ഒരു നല്ല കാര്യമായി കാണാമല്ലോ. അതൊരു നിർണായക ചുവടുവയ്പ് തന്നെയായിരുന്നു. നയത്തിൽ ഇത് വന്നു എന്നത് വളരെ പ്രധാനം. പക്ഷേ നയം വന്നാലും അത് താഴെത്തട്ടിൽ നടപ്പാക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, ഇതിന് പരിശീലനം കിട്ടിയ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ ഇവരുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ഫണ്ടുണ്ടായാൽ പോലും ഇത് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ. ഓക്കെ. അപ്പോ ഫണ്ടിന്റെയും മറ്റു സൗകര്യങ്ങളുടെയും കുറവ് മാത്രമല്ല, ഈ ഒരു മനുഷ്യവിഭവശേഷി അതും വലിയ തടസ്സമാണ്. പിന്നെ സാധാരണ ആളുകൾക്ക് ഇതിനെപ്പറ്റി അത്ര അറിവില്ല എന്നതും ഒരു പ്രശ്നമല്ലേ? തീർച്ചയായും. അതോടൊപ്പം വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മോർഫിൻ പോലുള്ള വേദന കുറയ്ക്കാനുള്ള അവശ്യ മരുന്നുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ. നമ്മുടെ നാട്ടിലെ കർശനമായ നാർക്കോട്ടിക് നിയമങ്ങൾ കാരണം പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും ഇത് ആവശ്യത്തിന് എഴുതി കൊടുക്കാൻ ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങൾ വരുന്നു. ശരിയാണ്. വേദനിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ പോലും നിയമം തടസ്സമാകുന്നു എന്നത് കഷ്ടം തന്നെ. അതെ. പിന്നെ ഈ സേവനങ്ങളൊക്കെ കൂടുതലും നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഗ്രാമങ്ങളിലുള്ളവർക്ക് കിട്ടുന്നില്ല. അതും ഈ പ്രശ്നം കൂട്ടുന്നുണ്ട്. ഇത്രയൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇതിന് പരിഹാരങ്ങൾ എന്തായാലും ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? ഉണ്ട്, തീർച്ചയായും. ഒന്ന്, MBBS സിലബസിൽ തന്നെ സാന്ത്വന പരിചരണം ഒരു പ്രധാന വിഷയമാക്കണം. പിന്നെ നഴ്സുമാർ, ആശാവർക്കർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിൽ പ്രത്യേക പരിശീലനം കൊടുത്തിട്ട് അവരുടെ സേവനം ഉപയോഗിക്കുക. ഇതിനെയാണ് ടാസ്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ കുറച്ചുകൂടി ലളിതമായ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് കൂടുതൽ പേരിലേക്ക് സേവനം എത്തിക്കുക. ഓക്കേ, ടാസ്ക് ഷിഫ്റ്റിംഗ്. പിന്നെ ഈ ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ ഇത് ഉൾപ്പെടുത്തുക. ആളുകൾക്കിതിനെപ്പറ്റി അവബോധമുണ്ടാക്കുക,
ഈ പറഞ്ഞ മരുന്നുകൾ ആവശ്യത്തിന് കിട്ടാൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുക. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരി. പരിഹാരങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ആ ഒരു സമൂഹ അധിഷ്ഠിത സാന്ത്വന പരിചരണ മോഡൽ, അതിനെക്കുറിച്ച് പറയാതെ പറ്റില്ല. നമ്മൾ നോക്കിയ രേഖകളിലും അതിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കേരള മോഡൽ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഡോക്ടർമാരിലും നഴ്സുമാരിലും മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. പകരം പരിശീലനം കിട്ടിയ സന്നദ്ധ പ്രവർത്തകർ, പിന്നെ സമൂഹം മൊത്തത്തിൽ ഇതിൽ പങ്കാളികളാവുന്നു. ഇത് കാരണം വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സഹാനുഭൂതിയോടെയുള്ള പരിചരണം എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഈ രംഗത്ത് ഒരുപാട് NGOകളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. അതെ. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സാന്ത്വന പരിചരണം എന്നത് വെറും ഒരു ചികിത്സാരീതി എന്നതിനപ്പുറം അത് രോഗികൾക്ക് അന്തസ്സോടെ ജീവിക്കാനും ചിലപ്പോൾ മരണത്തെ നേരിടാനുമുള്ള ഒരു അവകാശം കൂടിയാണ്. ഇതിനെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു ഭാഗമാക്കുന്നത് ധാർമ്മികമായിട്ടും ശരിയാണ്, ഒരുപക്ഷെ സാമ്പത്തികമായി നോക്കിയാലും ഗുണകരമാവാം. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന് വിദ്യാഭ്യാസം വേണം, കൃത്യമായ നയങ്ങൾ വേണം, ആവശ്യത്തിന് ഫണ്ടിംഗ് വേണം, അതിലുപരി സമൂഹത്തിന്റെ ഒരു പൂർണ്ണമായ പങ്കാളിത്തം. ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടായ ശ്രമം ഉണ്ടായാലേ ഇത് ശരിയാവൂ. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും, പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മുകളിലോട്ട് ഇതിനൊരു സ്ഥാനമുണ്ടാകണം. ഈ വിഷയം നമ്മളോട് ചുരുക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടി തരാം. ഈ നയങ്ങളും നിയമങ്ങളും സൗകര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ രോഗം, വേദന, മരണം ഇവയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ. ആ മനോഭാവങ്ങൾ ഈ സാന്ത്വന പരിചരണം ആളുകൾ സ്വീകരിക്കുന്നതിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മനോഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സമൂഹത്തിൽ തുറന്ന ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ പങ്കുവച്ച ഈ ലേഖനങ്ങളും മറ്റും നോക്കുമ്പോൾ ശരിക്കും 2 പ്രധാന വിഷയങ്ങളാണല്ലേ? അതെ, 2 എണ്ണം. ഒന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. അതില് ഇന്ത്യ ഒരു ഗ്ലോബൽ പവറാകാൻ നോക്കുമ്പോൾ ഒരു ദേശീയ നയമില്ലായ്മയുടെ പ്രശ്നം. പിന്നെ രണ്ടാമത്തേത് കർണാടകയിലെ വന്യജീവി സംരക്ഷണം. അവിടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം കൂടുന്നൊരവസ്ഥ. അതെ, അതും പ്രധാനമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ടും രണ്ടായിട്ട് തോന്നാം. പക്ഷേ രണ്ടിലും ഈ നയപരമായ വ്യക്തതയില്ലായ്മ, ഒരു ലോങ് ടേം വിഷൻ ഇല്ലായ്മ, അതൊക്കെ കാണുന്നുണ്ട്. നമുക്കിതിലെ പ്രധാന കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോ AI-യുടെ കാര്യം തന്നെ എടുക്കാം. സർക്കാർ ഇന്ത്യ AI മിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലേഖനങ്ങൾ പറയുന്നത് അതൊരു നയത്തിന് പകരമാവില്ല എന്നാണ്. എന്താണ് അവിടെ ആ വ്യത്യാസം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം വ്യക്തമായ ഒരു ലോക്കൽ പോളിസി ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ വിദേശ ടെക്നോളജിയെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരും. അത് നമ്മുടെ തന്ത്രപരമായ കാര്യങ്ങളിലെ ഒരു സ്വാതന്ത്ര്യം അതിനെ ബാധിക്കും. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയില്ലേ? ശരിയാണ്. പിന്നെ AI കാരണം തൊഴിൽ നഷ്ടങ്ങൾ വരും, വലിയ തോതിൽ തന്നെ. IMF ഒക്കെ പറയുന്നത് IT സെക്ടറിൽ മാത്രം ഏകദേശം 26% വരെ ജോലികൾ പോകാമെന്നാണ്. ഓഹോ. അപ്പോ ഈയൊരു യാഥാർത്ഥ്യം സർക്കാർ എത്രത്തോളം ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ഈ ലേഖനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ AI സിസ്റ്റംസിന് ഒരുപാട് ഊർജം വേണം, വെള്ളവും വേണം, ഭീമമായ അളവിൽ. അത് നമ്മുടെ റിസോഴ്സസിന് വലിയൊരു സമ്മർദ്ദമാകും. പിന്നെ ആരോഗ്യം, പോലീസ്, ഈ മേഖലയിലൊക്കെ AI വരുമ്പോൾ പക്ഷപാതം, വിവേചനം, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ഒരു ചട്ടക്കൂടിപ്പോ ഇല്ല. അപ്പോ ഈ നയമില്ലാത്തത് അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയുടെ ഒരു സ്ഥാനത്തെ എങ്ങനെ ബാധിക്കും? നമ്മൾ ഈ GPI-യിലൊക്കെ അംഗമാണല്ലോ. തീർച്ചയായും. അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. GPI പോലുള്ള വേദികൾ, അതായത് ആഗോളതലത്തിൽ AI-യുടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഇന്ത്യക്കൊരു സ്വാധീനം വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാട് വേണം, ഒരു നയം വേണം. വെറുതെ ഒരു മിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യമെന്താണ്, നമ്മുടെ ധാർമ്മിക നിലപാടെന്താണ്, ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു ദേശീയ നയം. അതുണ്ടെങ്കിലേ ഗ്ലോബൽ സ്റ്റേജിൽ നമുക്കൊരു വിലയുണ്ടാവൂ. അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചക്കാരനായിട്ട് ഒതുങ്ങിപ്പോവും. പക്ഷേ ഈ മിഷൻ രീതിയിലാവുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ നടപ്പാക്കാൻ പറ്റില്ലേ? നയമൊക്കെ ഉണ്ടാക്കാൻ സമയമെടുക്കില്ലേ? വേഗത നല്ലതാണ്. പക്ഷേ എങ്ങോട്ടാണ് ഈ വേഗത എന്നൊരു ദിശാബോധം വേണ്ടേ? അതാണൊരു ദേശീയ നയം തരുന്നത്. അത് പല ഡിപ്പാർട്ട്മെന്റുകളെയും ഇൻഡസ്ട്രിയെയും ഒക്കെ ഒരുമിപ്പിക്കും. പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു ജനാധിപത്യപരമായ അംഗീകാരവും കിട്ടും.
ഈ തൊഴിൽ നഷ്ടം, ഡാറ്റാ സുരക്ഷ, എത്തിക്സ്, ഇതിനെയൊക്കെ മുൻകൂട്ടി കാണാൻ ഒരു പോളിസിക്ക് പറ്റും. മിഷൻ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും നടപ്പാക്കലിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അത് കുറവായിരിക്കും. അതായത് ശരിയായ ദിശാബോധമില്ലെങ്കിൽ ഈ മിഷനുകൾ നമ്മളെ ഒരു ഉപഭോക്താവാക്കുകയുള്ളൂ, ഒരു ലീഡറാക്കില്ല. ഈയൊരു പോളിസി ഗ്യാപ്പും ദീർഘവീക്ഷണമില്ലായ്മയും അത് ടെക്നോളജിയിൽ മാത്രമല്ല, നമ്മുടെ വന്യജീവി സംരക്ഷണത്തിലും കാണുന്നുണ്ട്, അല്ലേ? അതെ. കർണാടകയിലെ ആ സംഭവം, മലൈ മഹദേശ്വര ഹിൽസിലെ ഒരമ്മ കടുവയും 4 കുഞ്ഞുങ്ങളും വിഷം വെച്ചു കൊന്നത്, അതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റുമോ? ഇല്ലില്ല, അതൊരു സൂചനയാണ്. മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം കൂടുകയാണ് എന്നതിൻ്റെ ഒരു ദാരുണമായ ഉദാഹരണം. ഇതിന് പിന്നിൽ ചില സിസ്റ്റമിക് പ്രശ്നങ്ങളുണ്ട്. റിപ്പോർട്ടുകൾ അതാണ് പറയുന്നത്. ഒന്ന്, ഈ വന്യജീവി കുറ്റകൃത്യങ്ങളിലെ ശിക്ഷാനിരക്ക് വളരെ കുറവാണ്, വേട്ടയാടൽ കേസുകളിലൊക്കെ. ഓഹോ. അപ്പോൾ നിയമലംഘകർക്കൊരു പേടിയില്ലായ്മ വരും. രണ്ടാമത്, വന്യജീവി ആക്രമണത്തിൽ കൃഷിയോ കാലികളോ ഒക്കെ നഷ്ടപ്പെട്ടാൽ സാധാരണക്കാർക്ക് കോമ്പൻസേഷൻ കിട്ടാൻ ഭയങ്കര താമസം. അത് ജനങ്ങളിൽ ദേഷ്യമുണ്ടാക്കും. ചിലപ്പോൾ അവരെ നിയമം കയ്യിലെടുക്കാൻ വരെ അത് കാരണമാകും. പിന്നെ ആവശ്യത്തിന് ഫോറസ്റ്റ് ഗാർഡുകളില്ല, ഉള്ളവർക്കാണെങ്കിൽ സൗകര്യങ്ങളും കുറവ്. അതും ഈ സംരക്ഷണത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് കർണാടകയിൽ കടുവകളുടെയും ആനകളുടെയും ഒക്കെ എണ്ണം കൂടുന്നുണ്ടെന്നാണല്ലോ. രാജ്യത്ത് തന്നെ മുന്നിലാണ്. എന്നാൽ അതേ ഗവൺമെന്റ് തന്നെ കാളി ടൈഗർ റിസർവിലൂടെ പവർ ലൈൻ വലിക്കാൻ നോക്കുന്നു. പശ്ചിമഘട്ടത്തിൽ വേറെ പ്രോജക്റ്റുകൾ വരുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ്? അതാണ് പ്രശ്നം. ഇതിനെ വിജയത്തിന്റെ വൈരുദ്ധ്യം എന്ന് പറയാം. പാരഡോക്സ് ഓഫ് സക്സസ്. അതായത് സംരക്ഷണം വിജയിച്ച് മൃഗങ്ങളുടെ എണ്ണം കൂടി, പക്ഷെ അതേസമയം അവയുടെ വാസസ്ഥലം ഈ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് കാരണം ചുരുങ്ങി മുറിഞ്ഞുപോയി. ശരിയാണ്. അപ്പോഴെന്ത് സംഭവിക്കും? മനുഷ്യരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കൂടും. വിജയം തന്നെ ഒരു പുതിയ പ്രശ്നമായി മാറുന്നു. ഈ ആവാസവ്യവസ്ഥയുടെ നാശം, നഷ്ടപരിഹാരം കിട്ടാനുള്ള താമസം, പിന്നെ ഗവൺമെന്റിന്റെ തന്നെ നയങ്ങളിലെ ഈ പൊരുത്തക്കേട്, ഇതൊക്കെയാണ് സംഘർഷം കൂട്ടുന്നത്. അപ്പോ ഈ 2 വിഷയങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നൊരു പ്രധാന കാര്യം, അത് AI ആയാലും വൈൽഡ് ലൈഫ് ആയാലും വെറുതെ ഒറ്റപ്പെട്ട മിഷനുകൾ കൊണ്ടോ അല്ലെങ്കിൽ എണ്ണം കൂട്ടൽ കൊണ്ടോ കാര്യമില്ല. അതെ. ഒരു സമഗ്രമായ ദീർഘവീക്ഷണമുള്ള ഒരു സമീപനം വേണം. തീർച്ചയായും. വ്യക്തമായ ദിശാബോധമില്ലാത്ത മിഷനുകൾ നമ്മളെ AIയിലെ ഉപഭോക്താവാക്കുകയുള്ളൂ, ലീഡറാക്കില്ല. മാത്രം നോക്കിയുള്ള സംരക്ഷണം താഴ്ത്തട്ടിലെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. ശരിയാണ്. ടെക്നോളജി മുന്നോട്ടു പോകുമ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴും ഈ സാമൂഹിക, ധാർമ്മിക, പാരിസ്ഥിതിക കാര്യങ്ങൾ ഒരുമിച്ച് പരിഗണിക്കണം. വികസനവും സംരക്ഷണവും അതെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോ ഇന്നത്തെ ഈ വിശകലനത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ഭാവിക്ക് പ്രധാനപ്പെട്ട AI ആയാലും നമ്മുടെ പ്രകൃതി സംരക്ഷണമായാലും വെറും താൽക്കാലിക പദ്ധതികളല്ല വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പാർലമെന്റിലൊക്കെ ചർച്ച ചെയ്തുണ്ടാക്കുന്ന വ്യക്തമായ ദേശീയ സ്ട്രാറ്റജികൾ, പോളിസികൾ, അതാണ് ആവശ്യം. അതെ. ഈ പ്രാദേശിക സമൂഹങ്ങളുടെ ആശങ്കകൾ, ധാർമ്മിക വെല്ലുവിളികൾ, പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, ഇതൊക്കെ ആ പോളിസിയുടെ ഭാഗമാവണം. വന്യജീവി സംരക്ഷണത്തിൽ മൃഗങ്ങളുടെ എണ്ണം മാത്രം പോരാ, ആവാസവ്യവസ്ഥയും മനുഷ്യരുടെ ക്ഷേമവും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു ക്വാളിറ്റി പ്രൊട്ടക്ഷനാണ് ലക്ഷ്യം വെക്കേണ്ടത്. നിങ്ങൾക്കായി ഒരു ചിന്ത. ഒരു വശത്ത് ടെക്നോളജി ഭയങ്കര വേഗത്തിൽ പോകുന്നു, മറുവശത്ത് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമായി മാറുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരു രാജ്യം എന്ന നിലയ്ക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻഗണനകൾ എന്തായിരിക്കണം? ഈ ഒരു ബാലൻസ് അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ നിങ്ങളുടെ ചുറ്റുമിപ്പോൾ കാണുന്നുണ്ടോ? ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഗിഗ് എക്കോണമി. അതിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നേരിടുന്ന ഒരുതരം വിചിത്രമായ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിയമം ഒരു വശത്ത് ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നു, പക്ഷെ മറുവശത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന തൊഴിൽ കണക്കെടുപ്പുകളിലൊന്നും ഇവരെ ശരിക്ക് കാണുന്നില്ല. ഒരുതരം അദൃശ്യത. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഇത് നമ്മളെയൊക്കെ എങ്ങനെ ബാധിക്കും? നമുക്കൊന്നു ആഴത്തിൽ നോക്കാം. ഈ സ്ഥിതിവിവരക്കണക്കിലെ അദൃശ്യത, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവിസിബിലിറ്റി, അത് വെറുമൊരു കണക്കിലെ പിഴവല്ല.
ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ 2020 ആ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് അത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് ഒരു നിയമപരമായ ഡെഫിനിഷൻ കൊടുത്തു. അവർക്ക് സാമൂഹിക സുരക്ഷാ ഫണ്ട് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വഴിയൊരുക്കുകയും ചെയ്തു. ശരിയാണ്. പക്ഷേ രാജ്യത്തെ പ്രധാന തൊഴിൽ സർവേ ഉണ്ടല്ലോ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS, അവിടെയാണ് പ്രശ്നം. അവിടെ ഇവരെ ശരിയായിട്ട് തിരിച്ചറിയുന്നില്ല. അതാണ് കാതലായ വിഷയം. ഓക്കെ, ഈ ഗിഗ് ഇക്കോണമി പിന്നെ ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ നമ്മളിപ്പോൾ രാവിലെ ഫുഡ് ഓർഡർ ചെയ്താൽ കൊണ്ടുവരുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഓൺലൈൻ ടാക്സി, അതൊക്കെ ഓടിക്കുന്നവർ അവരൊക്കെ ഇതിൽ വരും അല്ലേ? അതെ അതെ, ലളിതമായി പറഞ്ഞാൽ അതാണ്. സ്ഥിരമായിട്ടൊരു ഓഫീസിൽ പോയി ചെയ്യുന്ന ജോലിക്ക് പകരം ചെറിയ ചെറിയ കരാറുകൾ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവർ, അതുപോലെ ഈ ആപ്പുകൾ വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആവശ്യത്തിനനുസരിച്ച് ജോലി കണ്ടെത്തി ചെയ്യുന്നവർ, അവരെയാണ് നമ്മൾ ഗിഗ് തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ ഈ പ്ലാറ്റ്ഫോം വഴി ജോലി ചെയ്യുന്നവരാണ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. അപ്പോൾ നിയമം അംഗീകാരം നൽകിയെന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ PLFS സർവേ ഇല്ലേ, അതിവരെ പലപ്പോഴും സ്വയം തൊഴിൽ ചെയ്യുന്നവർ, അതായത് സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ കാഷ്വൽ വർക്കേഴ്സ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഓ, അപ്പോ അതാണ് കാര്യം. പക്ഷേ അവരെ അങ്ങനെ തരംതിരിച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം? ആ, പ്രശ്നമുണ്ട്. കാരണം സ്വയം തൊഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് പലപ്പോഴും ഈ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ശരിയല്ലേ? അവരുടെ ജോലി സമയം, അവർക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ മിക്കപ്പോഴും തീരുമാനിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിന്റെ അൽഗോരിതമായിരിക്കും. വരുമാനം സ്ഥിരമായിരിക്കില്ല. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ മിക്കവാറും കാണില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ ഈ നിലവിലുള്ള സർവേ കാറ്റഗറികൾക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ പ്രത്യേക പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി നല്ല പോളിസികൾ ഉണ്ടാക്കുക? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയറാണ്. അതിനർത്ഥം ഈ കൃത്യമായ ഡേറ്റ ഇല്ലെങ്കിൽ നയരൂപീകരണത്തെ അത് നേരിട്ട് ബാധിക്കും. സർക്കാർ ഓരോ സഹായങ്ങളും പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ കണക്കുകൾ നോക്കിയിട്ടാണല്ലോ. അപ്പോൾ ആർക്കാണോ സഹായം വേണ്ടത് അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല അല്ലേ? അത് തന്നെയാണ് കാര്യം. ഇത് നയപരമായ പരാജയങ്ങൾക്ക്, അതായത് പോളിസി ഫെയിലിയറിന് വഴിവെക്കും. കാരണം നമ്മൾ ആർക്കു വേണ്ടിയാണോ ഒരു നയമുണ്ടാക്കുന്നത്, അവരുടെ യഥാർത്ഥ എണ്ണം എത്രയാണ്, അവരുടെ അവസ്ഥ എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിൽ സഹായം എങ്ങനെ കൃത്യമായിട്ട് എത്തിക്കും? അതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ തന്നെ അതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന് അളക്കാനും പറ്റില്ല ഡാറ്റയില്ലാതെ. അതേസമയം വേറൊരു കാര്യമുണ്ട്, ഇവരെ കൃത്യമായിട്ടങ്ങ് തരംതിരിക്കുന്നതിലും ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഗിഗ് വർക്കർ എന്ന് പറയുമ്പോൾ അതിൽ നല്ല വൈദഗ്ധ്യമുള്ള ഫ്രീലാൻസർമാരുണ്ടാവാം, സാധാരണ ഡെലിവറി ജോലി ചെയ്യുന്നവരുണ്ടാവാം, ഒരാൾ തന്നെ ചിലപ്പോൾ ഒന്നിലധികം പ്ലാറ്റ്ഫോമിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഈ പരമ്പരാഗത സ്വയം തൊഴിലും ഗിഗ് ജോലിയും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പും അതും ചിലപ്പോൾ അത്ര വ്യക്തമായിരിക്കില്ല. ശരിയാണ്, ഇത് ഒറ്റയടിക്ക് പരിഹരിക്കാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലായി. എന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ നഗരങ്ങളിലൊക്കെ നോക്കിയാൽ വലിയൊരു തൊഴിൽ ശക്തിയായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു പരിഹാരം കണ്ടല്ലേ പറ്റൂ? തീർച്ചയായും പരിഹാരം വേണം. നിയമപരമായി അംഗീകരിച്ചത് ഒരു നല്ല തുടക്കമാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. പക്ഷേ ഈ കണക്കുകളിലെ അദൃശ്യത മാറ്റിയേ തീരൂ. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ലേഖനങ്ങൾ തന്നെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ PLFS സർവേയുടെ ചോദ്യാവലിയില്ലേ, അത് പരിഷ്കരിക്കണം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കു വേണ്ടി പുതിയ വ്യക്തമായ ഒരു വർഗീകരണം, ഒരു കാറ്റഗറി തന്നെ കൊണ്ടുവരണം. അതായത് സർവേയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണോ? അതെ അതെ, അത് തന്നെ. അവരുടെ ജോലിയുടെ സ്വഭാവം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അൽഗോരിതം എത്രത്തോളം നിയന്ത്രിക്കുന്നുണ്ട്, വരുമാനത്തിന് എത്ര ഉറപ്പുണ്ട്, എവിടുന്നൊക്കെയാണ് വരുമാനം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ ചോദ്യങ്ങൾ വേണം. അതോടൊപ്പം വേറൊരു കാര്യം ചെയ്യാവുന്നത്, ഈ തൊഴിലാളികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഇശ്രം പോർട്ടൽ പോലത്തെ സർക്കാർ സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ നിന്നുള്ള ഡാറ്റ കൂടി ഈ PLFS ഡാറ്റയുമായിട്ട് ഒന്ന് ചേർത്തുപയോഗിക്കാം. അപ്പോൾ അവരുടെ എണ്ണം, വരുമാനം, തൊഴിൽ സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി നല്ലൊരു ചിത്രം കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ നിയമം അംഗീകരിച്ചിട്ടും രാജ്യത്തിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വേണ്ടത്ര ഇടം കിട്ടാതെ പോകുന്ന ഗിഗ് തൊഴിലാളികളുടെ ഒരവസ്ഥ, പിന്നെ
ഈ അദൃശ്യത അവരുടെ ക്ഷേമത്തെയും രാജ്യത്തിന്റെ നയരൂപീകരണത്തെയുമൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ശരിക്കും ഡേറ്റ ഇല്ലെങ്കിൽ നയങ്ങൾക്ക് ലക്ഷ്യം കാണാൻ പറ്റില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇത് വെറുമൊരു കണക്കിലെ പ്രശ്നമല്ല, അല്ലേ? മാറുന്ന തൊഴിൽ ലോകത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ സിസ്റ്റംസ് കുറച്ച് ബുദ്ധിമുട്ടുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ശരിയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ തൊഴിലാളികളെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ അവരെ ജോലിക്കെടുക്കുന്ന ഈ ടെക്നോളജി പ്ലാറ്റ്ഫോമുകൾക്ക്, ആപ്പുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുമോ? അവരുടെ ഒരു ഉത്തരവാദിത്തം അത് എവിടെയാണ് തുടങ്ങുന്നത്, എവിടെ അവസാനിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.